എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പഞ്ചാബ് കിങ്സിനെതിരെയുള്ള ഈ ദാരുണമായ പരാജയം ലക്നൌ സൂപ്പർ ജയന്റ്സിന്റെ ക്യാമ്പിൽ സൃഷ്ടിച്ച ആഘാതം ചെറുതല്ല. പ്ലേ ഓഫ് എന്ന അവരുടെ വലിയ സ്വപ്നം വിരൽ തുമ്പിലൂടെ എന്നേക്കുമായി വഴുതിപ്പോകുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം കാണുന്നത്. ഈ മത്സരത്തിന് ശേഷം കേവലം ഒരു തോൽവിയുടെ കണക്കുകൾക്കപ്പുറം ലക്നൌ ക്യാമ്പിനെ ആകെ വിഴുങ്ങിയ നിരാശയുടെയും പ്രത്യേകിച്ച് ഋഷഭ് പന്തിന്റെ മുഖത്ത് നിഴലിച്ച കടുത്ത സങ്കടത്തിന്റെയും ചിത്രങ്ങളാണ് എങ്ങും ചർച്ചയാകുന്നത്. ഈ ജീവൻ മരണ പോരാട്ടം അവർക്ക് എത്രത്തോളം നിർണായകമായിരുന്നുവെന്ന് ആ മുഖഭാവം തന്നെ നിശബ്ദമായി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ പഞ്ചാബ് കിങ്സ് ലക്നൌ ബൌളർമാരെ നിഷ്കരണം പ്രഹരിച്ചുകൊണ്ട് പടുത്തുയർത്തിയത് 254 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ്. അവിടെ തന്നെ ഈ മത്സരത്തിന്റെ വിധി ഏറെക്കുറെ എഴുതപ്പെട്ടിരുന്നു. ഈ ഹിമാലയൻ സ്കോറിന് പിന്നിലെ പ്രധാന ശില്പി 93 റൺസ് എടുത്ത് ലക്നൌ ബൌളർമാരെ നിരന്തരം കടുത്ത സമ്മർദ്ദത്തിലാക്കിയ പ്രിയാൻഷ് ആര്യയായിരുന്നു. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയുമായി 87 റൺസിന്റെ തകർപ്പൻ ഇന്നിംഗ്സുമായി കൂപ്പർ കൊനോലിയും ക്രീസിൽ നിറഞ്ഞാടിയപ്പോൾ തിരിച്ചുവരവ് അസാധ്യമായ ഒരു വലിയ ഇരുമ്പ് മതിലായി പഞ്ചാബിന്റെ സ്കോർ ബോർഡ് മാറുകയായിരുന്നു. T20 ക്രിക്കറ്റിൽ 254 എന്ന സ്കോർ തന്നെ അപ്രാപ്യമായി കണക്കാക്കുമ്പോൾ ജയിക്കുക അല്ലെങ്കിൽ പുറത്താകുക എന്ന ജീവൻ മരണ പോരാട്ടത്തിൽ 255 റൺസ് എന്ന ലക്ഷ്യം ലക്നൌവിന് മുന്നിൽ വലിയൊരു അഗ്നിപർവ്വതം പോലെയാണ് ഉയർന്നുവന്നത്. കേവലം ഒരു ജയം മാത്രമല്ല, ഈ ടൂർണമെന്റിൽ തന്നെ നിലനിൽക്കാനുള്ള അവരുടെ അവസാന പ്രതീക്ഷയുമാണ് അവിടെ ചോദ്യചിഹ്നമായത്. മത്സരം ഓരോ ഓവർ പിന്നിടുമ്പോഴും ലക്നൌവിന് ആവശ്യമായ റൺറേറ്റ് കുതിച്ചുയർന്നുകൊണ്ടിരുന്നു. അതോടൊപ്പം പഞ്ചാബ് കിങ്സിന്റെ ആത്മവിശ്വാസം വാനോളം ഉയരുകയും ചെയ്തു. കളിക്കളത്തിൽ പഞ്ചാബ് താരങ്ങളുടെ ശരീരഭാഷ തികച്ചും വ്യത്യസ്തവും ഊർജ്ജസ്വലവുമായിരുന്നപ്പോൾ ലക്നൌ ടീമിനെ വരിഞ്ഞു മുറുക്കിയ കടുത്ത സമ്മർദ്ദം മൈതാനത്തെ ഓരോ ചുവടിലും പ്രകടമായിരുന്നു. ഈ മത്സരത്തിൽ ഏവരുടെയും കണ്ണിലുടക്കിയത് പ്രിയാൻഷ് ആര്യയുടെ ബാറ്റിംഗ് വിസ്മയം തന്നെയാണ്. ആ 93 റൺസ് കേവലം അക്കങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് മികച്ച ടൈമിംഗിന്റെയും അതിരില്ലാത്ത ആത്മവിശ്വാസത്തിന്റെയും എതിരാളികളെ തകർത്തെറിയാനുള്ള അസാമാന്യമായ ആക്രമണോത്സുകതയുടെയും കൃത്യമായ പ്രദർശനമായിരുന്നു അത്. മറുവശത്ത് പഞ്ചാബിന്റെ ബാറ്റിംഗ് നിര കേവലം ഒരു താരത്തെ മാത്രം ആശ്രയിക്കുന്നില്ലെന്ന് കൂപ്പർ കൊനോലി തന്റെ 87 റൺസിലൂടെ അടിവരയിട്ട് തെളിയിച്ചു. മത്സരം ശേഷം ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഋഷഭ് പന്ത് തുറന്നു പറഞ്ഞ വാക്കുകൾ ആരാധകരെ ഈരണണിയിക്കുന്നതായിരുന്നു. ഇന്ന് പഞ്ചാബിന് ലഭിച്ചത് വെറും 2 പോയിന്റുകൾ മാത്രമല്ല, മറിച്ച് പ്ലേ ഓഫ് റേസിൽ നിന്ന് ഞങ്ങളുടെ ടീം പുറത്താകുന്നതിന്റെ വേദനിപ്പിക്കുന്ന നിമിഷം കൂടിയാണ് അദ്ദേഹം വികാരാതീതനായി പറഞ്ഞു. ഈ വർഷത്തെ IPL-ൽ വലിയ പ്രതീക്ഷകളോടെ വന്ന തങ്ങൾക്ക് ആ നിലവാരത്തിലേക്ക് ടീമിനെ ഉയർത്താൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹം വേദനയോടെ അംഗീകരിച്ചു. ആയുഷ് ബദോണിക്കൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തപ്പോഴും ഈ ലക്ഷ്യം തങ്ങൾക്ക് ഒരിക്കലും എളുപ്പമാകില്ല എന്ന് അവർക്ക് ഉള്ളിനുള്ളിൽ ഉറപ്പുണ്ടായിരുന്നു. പ്രിയാൻഷ് ആര്യയെ തടഞ്ഞു നിർത്താൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ആ ബാറ്റിംഗ് കൊടുങ്കാറ്റ് അടങ്ങാനുള്ള യാതൊരു ലക്ഷണവും കാണിച്ചില്ല. മത്സരത്തിന്റെ ആദ്യ പന്തിൽ തന്നെ പ്രഭ്സിമ്രൻ സിംഗിനെ മുഹമ്മദ് ഷമി പുറത്താക്കിയപ്പോൾ ഇന്നത്തെ പോരാട്ടം ആവേശകരമായ ഒരു തിരിവിലേക്ക് മാറുമെന്ന് പന്ത് കരുതി. എന്നാൽ പ്രിയാൻഷ് ആര്യയും കൂപ്പർ കൊനോലിയും ഇത്രത്തോളം അപകടകാരികളായി മാറുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതേസമയം എതിർ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർക്കും ഈ വിജയത്തിന്റെ വലിയൊരു ക്രെഡിറ്റ് നൽകിയേ തീരൂ. ലക്നൌവിന്റെ ബാറ്റിംഗ് കരുത്താർജിക്കുന്നു എന്ന് തോന്നിയ നിമിഷങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങളിലൂടെ കൃത്യസമയത്ത് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾക്ക് കഴിഞ്ഞു. ഈ പരാജയം അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്നതാണെങ്കിലും ഇതിൽ നിന്ന് ഒട്ടനവധി പാഠങ്ങൾ ഉൾക്കൊള്ളാനായെന്ന് പറഞ്ഞ പന്ത് പഞ്ചാബ് ടീം ഉടമ പ്രീതി സിൻഡെയുമായി സംസാരിക്കുകയും ഈ ഗംഭീര വിജയത്തിൽ അവരെ അഭിനന്ദിക്കുകയും ചെയ്തതായി വ്യക്തമാക്കി. ഈ സീസണിൽ പഞ്ചാബ് കിങ്സ് കാഴ്ചവെക്കുന്ന ഈ അത്യുജ്വല പ്രകടനം കാണുമ്പോൾ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി അവർ മാറുമെന്ന കാര്യത്തിൽ ഇപ്പോൾ യാതൊരു സംശയവുമില്ല. ഋഷഭ് പന്തിന്റെ ഈ വൈകാരികമായ പ്രതികരണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അതോ മറിച്ചാണോ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.